അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു പിസയാണ് തയ്യാറാക്കുന്നത്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു പാൻ കേക്ക് പിസ്സ. ഫ്രൈ പാനിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. സാധാരണ പിസ്സ തയ്യാറാക്കിയെടുക്കുന്ന അത്രയും പണിയൊന്നുമില്ല. കുഴക്കയോ പരത്തയോ ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. വെളിച്ചെണ്ണ ഇതിലേക്ക് എടുക്കരുത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലൊക്കെ പോലുള്ള പ്രത്യേകിച്ച് മണവും ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ എടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 150 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ല ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ ഈ ഒരു പിങ്ക് കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു വൈറ്റ് കളറാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിക്കനും വെള്ളമൊന്നും ഇറങ്ങി വരാത്ത രീതിയിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ചിക്കൻ്റെ ആ പിങ്ക് കളറൊക്കെ ഒന്ന് മാറി വൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡാർക്ക് സോയ സോസാണ് ചേർത്തുള്ളത്. ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ 1 ടീസ്പൂണും കൂടെ കൂടുതൽ ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ തന്തൂരി മസാല ചേർത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ചിക്കൻ ഏത് ഫ്ലേവറിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. ടിക്ക മസാല അല്ലെങ്കിൽ തന്തൂരി മസാല, അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കൊരു 3-4 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എല്ലൊന്നുമില്ലാത്ത ചെറിയ ചെറിയ പീസായതുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട പിസ്സ സോസ് തയ്യാറാക്കാൻ വേണ്ടി ചെറിയൊരു തക്കാളിയും ഒരു കഷ്ണം ക്യാപ്സിക്കും പിന്നെ 2 വറ്റൽമുളകും കൂടെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ക്യാപ്സിക്കം എടുക്കുമ്പോൾ പച്ച കളറിലുള്ള ക്യാപ്സിക്കം ആയാലും മതി. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ചിക്കൻ എല്ലാം മാറ്റിയ ശേഷം പിന്നെ നമുക്ക് ഈ പാൻ തന്നെ പിസ്സയിലേക്ക് വേണ്ട സോസ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു തുടങ്ങിയാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും ക്യാപ്സിക്കും വറ്റൽമുളകും ചേർന്നിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളിയുടെയും ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ട് വെന്ത് വന്ന് ഇതിൽ വെള്ളമൊക്കെ വറ്റി ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സോസിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് തിക്കായി പോവും. ഇപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹെർബ്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തൈമും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോസിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിസ്സക്ക് വേണ്ട സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് പിസ്സ ബേസ് തയ്യാറാക്കാൻ വേണ്ട ഒരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുക്കാം. മുട്ടയും പാലൊന്നും എടുക്കുമ്പോൾ നമ്മൾ അധികം തണുപ്പുള്ളത് എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഈ ബാറ്ററിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ ബേസ് തയ്യാറാക്കാൻ വേണ്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ പിസ്സ ബേസ് തയ്യാറാക്കുന്നതിനെക്കാട്ടിയൊക്കെ നല്ല എളുപ്പമാണ് നമുക്ക് ഇതുപോലെ പിസ്സ ബേസ് തയ്യാറാക്കാൻ. മാവ് കുഴക്കേണ്ട ആവശ്യമില്ല. മാവ് കുഴച്ചിട്ട് പിന്നെ പൊങ്ങി വരാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പാൻ കേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ പാൻ കേക്ക് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിൽ കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ പാന് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഹോൾസ് വന്നു തുടങ്ങിയാൽ പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് പകുതി ചേർത്ത് കൊടുക്കാം. സോസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പകുതി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റെഡ് ക്യാപ്സിക്കം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ടൊമാറ്റോ വേണമെങ്കിൽ നമുക്ക് കുരുവൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ചീസ് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മോസറല്ല ചീസും കുറച്ച് ചെഡാർ ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മോസറല്ല ചീസ് കൂടുതലായിട്ട് ചേർക്കുമ്പോഴാണ് നമ്മൾ പിസ്സ കഴിക്കുമ്പോൾ ചീസ് ഇങ്ങനെ വലിഞ്ഞു വരുന്നത്. ഇപ്പോൾ ചീസും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലീവ്സ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിൽ കുറച്ച് ഓറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോഴേക്ക് ഈ ചീസെല്ലാം ഒന്ന് മെൽറ്റായി വരും. അപ്പോൾ ഞാൻ ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായി പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതുപോലെ 2 പിസ്സ നമുക്ക് ഈ ഒരളവിൽ തയ്യാറാക്കാം. അപ്പോൾ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പാൻകേക്ക് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 2 എണ്ണം തയ്യാറാക്കിയിട്ട് പാനിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സാധാരണ പിസ്സ തയ്യാറാക്കുന്ന അത്രയും പണിയൊന്നുമില്ല. കുഴക്കേ പരത്തൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.